ഇറാൻ അമേരിക്ക യുദ്ധം ബ്രിട്ടനിലേക്കും പടർന്ന് പന്തലിക്കുമോ എന്ന ആശങ്കയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ബ്രിട്ടന് അതിശക്തമായ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. ബ്രിട്ടന്റെ പുതിയ നേതാവ് വന്ന ഉടനെ തന്നെ അമേരിക്കയ്ക്ക് അവരുടെ റാഫോർഡ് എന്നറിയപ്പെടുന്ന അമേരിക്കൻ എയർബേസ് ഇറാനെതിരെ ഉപയോഗിക്കാനുള്ള അനുമതി നൽകിയിരിക്കുകയാണ്. ഈ അനുമതി വന്ന ഉടനെ തന്നെ ഇറാൻ അതിശക്തമായ മുന്നറിയിപ്പ് ഇപ്പോൾ ബ്രിട്ടന് നൽകി കഴിഞ്ഞു. IRGC ഹാസ് വാണഡ് that any UK military bases used by the United States to launch attacks on Iran, especially റാഫോർഡ് എയർപോർട്ടിൽ അടക്കമുള്ള പ്രധാനമായും റാഫോർഡ് എന്നറിയപ്പെടുന്ന ബ്രിട്ടനിലുള്ള എയർബേസ്, ഈ എയർപോർട്ട് അടക്കമുള്ള സ്ഥലങ്ങളിൽ ഇറാന്റെ അതിശക്തമായ ആക്രമണം ഉണ്ടാകും. അമേരിക്ക ഇപ്പോൾ B-1 എന്നറിയപ്പെടുന്ന യുദ്ധവിമാനം ഉപയോഗിക്കാൻ ഇറാന്റെ ഈ ഒരു മിലിറ്ററി ബേസ് ഉപയോഗിക്കുന്നു. അങ്ങനെ ഉപയോഗിക്കുന്ന സാഹചര്യം, അവിടെ നിന്നൊരു ആക്രമണം ഇറാനെതിരെ ഉണ്ടായാൽ അത് ഞങ്ങളുടെ ഒരു നിയമപരമായ ലക്ഷ്യമായി മാറുമെന്നാണ് ഇപ്പോൾ ഇറാൻ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. അതേസമയം ബ്രിട്ടൻ ഏത് നീക്കവും ഇറാന്റെ ഭാഗത്തുനിന്നുണ്ടായാൽ ശക്തമായ തിരിച്ചടി ഉണ്ടാകും. അവരുടെ റോയൽ ഫോഴ്സിനോട് തയ്യാറായി നിൽക്കാനാണ് UK ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇങ്ങനെ ഒരു ആക്രമണം റാഫോർഡ് ഉപയോഗിച്ചുകൊണ്ട് ആക്രമണം നടത്തിക്കഴിഞ്ഞാൽ ഇറാൻ 2000-ലധികം മൈലുകൾക്കപ്പുറം നിൽക്കുന്ന ബ്രിട്ടന്റെ ബേസുകളെ ആക്രമിക്കുമോ? അങ്ങനെ ആക്രമണം ഉണ്ടായാൽ ബ്രിട്ടൻ തിരിച്ചടിക്കുമോ? ഇങ്ങനെയുള്ള ആശങ്കകൾ ധാരാളം ഇപ്പോൾ നിലനിൽക്കുകയാണ്. എന്തായിരുന്നാലും ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർ ഇതൊന്നും മുഖവിലക്കെടുക്കില്ല. ഏത് രാഷ്ട്രമാണെങ്കിലും അവർ തിരിച്ചടിക്കുമെന്നത് അവരുടെ ആക്രമണ രീതികളിൽ നിന്ന് ബോധ്യപ്പെട്ട യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ അമേരിക്കയും ഇറാനും തമ്മിലുള്ള ഈ യുദ്ധം കൂടുതൽ വ്യാപിക്കുമോ എന്ന ആശങ്ക നിലനിൽക്കുന്നു. അതോടൊപ്പം IRGC വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത്, അമേരിക്കയോട് പറയാനുള്ളത്, ഈ സമയം മുതൽ നിങ്ങളുടെ വെടിനിർത്തൽ ഇനി ഞങ്ങൾ അതിനോട് ഒരിക്കലും വിധേയപ്പെടുകയില്ല. ട്രംപിന്റെ എല്ലാ വെടിനിർത്തൽ നിർദ്ദേശങ്ങളും തള്ളിക്കളയുന്നു. കാരണം ട്രംപ് ഈ വെടിനിർത്തൽ ഉപയോഗപ്പെടുത്തുന്നത് എണ്ണയിലുണ്ടായ ക്ഷാമം, ലോകത്ത് നേരിടുന്ന എണ്ണക്ഷാമം താൽക്കാലികമായി നികത്തുവാനാണ്. രണ്ടാമത്തേത് ആയുധം എത്തിക്കുവാനുമാണ്. അതുകൊണ്ട് തന്നെ അത്തരം ഒരു വെടിനിർത്തൽ ഇനി ട്രംപിന്റെ ഭാഗത്ത് ഈ സമയം മുതൽ ഞങ്ങളിനി മുഖവിലക്കെടുക്കുകയില്ല, അത് അംഗീകരിക്കുകയില്ല എന്ന് കൃത്യമായി പറഞ്ഞിരിക്കുന്നു. എന്തായാലും ഇറാൻ അമേരിക്ക യുദ്ധം പ്രവിശ്യയിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ സൂചനയാണ് ലഭിക്കുന്നത്. ബ്രിട്ടൻ അങ്ങനെ ഒരു നീക്കം നടത്തിയാൽ മറ്റു ഏതെല്ലാം യൂറോപ്യൻ രാഷ്ട്രങ്ങൾ അതിലേക്ക് പങ്കുചേരും? അപ്പോൾ ഒരു വലിയ യുദ്ധമായി മാറുമോ എന്ന ആശങ്ക നിൽക്കുന്നു. ആദ്യ തവണ അമേരിക്കയും അതുപോലെ തന്നെ ഇറാനും തമ്മിലുണ്ടായ യുദ്ധത്തിൽ ബ്രിട്ടന്റെ വളരെ പ്രധാനപ്പെട്ട ബേസിന് നേരെ, ഡീഗോ ഗാർഷ്യയിലുള്ള ബേസിന് നേരെ ആക്രമണം നടത്തിയെന്ന വാർത്തയുണ്ടായിരുന്നു. അതുപോലെ തന്നെ സൈപ്രസിൽ ആക്രമണം നടത്തിയ ബ്രിട്ടന്റെ കീഴിലുള്ള അവിടെയുള്ള ബേസിന് നേരെ ആക്രമണം നടത്തിയിരുന്നു. എന്നാൽ റാഫോർഡ് എന്ന് അറിയപ്പെടുന്നത് UK-യുടെ ടെറിറ്ററിക്ക് അകത്താണുള്ളത്. അവിടേക്ക് ഒരു മിസൈൽ ചെല്ലുന്നത് ബ്രിട്ടൻ ഏത് രീതിയിലായിരിക്കും അതിനെ കാണുക, അതിനോട് എങ്ങനെയായിരിക്കും UK പ്രതികരിക്കുക എന്നതാണ് ഇപ്പോൾ ലോകം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്.